ടീച്ചറെ ഇതിൽ ആരും നോമ്പ് പറ്റണ ആരാണ്? നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഷജിലി. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? സുഖാണ്. നമ്മളെ ശരീരത്തിനൊരു ക്ഷീണമൊന്നുമില്ല? ക്ഷീണുണ്ട്. ഒരു 12 6 മണി പിന്നാണ്ട് കുഴപ്പമില്ല. ആ ഉച്ച സമയത്ത് ഉണ്ടാകണം. ഉച്ച സമയത്തല്ല നമുക്ക് എന്ത് എത്തണതാണല്ലോ സമയത്തുള്ള ഒന്നൊരു ചെറിയ ഇറങ്ങാറില്ലേ? അപ്പൊ ടീച്ചർ മാത്രമേ ഇവിടെ നോക്കാറുള്ളൂ? അല്ല, ഞങ്ങൾ സ്കൂൾ വേറെ ടീച്ചർ ടീച്ചർ 15 നോമ്പൊക്കെ ടീച്ചർ ഇന്ന് ഇവിടെ ഇല്ല. ഇന്ന് ടീച്ചർ അത്യാവശ്യമായിട്ട് പോയതാണ്. അപ്പൊ ഉഷാറാണ്. ഉഷാറാണ്. രമേശ് ചേട്ടാ, നിങ്ങൾ നോമ്പ് പറ്റണ പറഞ്ഞേ? എത്രാമത്തെ നോമ്പാ? ഫസ്റ്റ്. ഇന്ന് ഇവിടെ നോമ്പ് തുറന്നതോടെ എടുത്താ എങ്ങനെയുണ്ട്? ഒരു ഉച്ചാകുമ്പോ ഒരു ഇതിങ്ങനെ വയറ്റിൽ കൂടെ ഇങ്ങനെ പായണോ? മെക്കാനിക് ഇപ്പൊ ആ ക്ഷീണം ഉണ്ടോ? കുഴപ്പമില്ല, ഉഷാറാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ നമ്മളെ മൈമുന ടീച്ചറെ ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ നോമ്പ് തുറ ഇതരല്ലേന്ന്? അപ്പൊ നല്ലൊരു അനുഭവമാണ്. ഇനി വരും വർഷങ്ങൾ ഇങ്ങനെ വേണ്ടേ? എല്ലാ വർഷവും. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറ നമ്മക്ക് പറമ്പിൽപ്പുഴയുള്ള GLP സ്കൂളിലാട്ടോ. സ്കൂളിലെ സ്റ്റാഫുകൾ അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് PT അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ടോ ഈ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമയം ഒരു 6:15 തന്നെ ഇവിടെ സെറ്റ് ആക്കാനാണ് തുടങ്ങിട്ടോ. ആരും മാറി നിന്നിട്ടില്ല, എല്ലാവരും സജീവമായിട്ട് ഇത് അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഫുഡ് നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ബിരിയാണി വിളമ്പണത് നമ്മളെ PTA പ്രസിഡന്റ് സിറാജ് കേട്ടോ. മൂപ്പര് സജീവമായിട്ട് വേണം. നമ്മൾ ഇപ്പത്തെ ട്രെൻഡ് കേട്ടോ. ഇത് ഞെട്ടിക്കൽ ബിരിയാണി അല്ല, ഇത് കുത്തി ബിരിയാണി. എല്ലാവരും സജീവമായിട്ട് തന്നെ ഇവിടെ ബിരിയാണി സപ്ലൈ ചെയ്യണ്ടേ. നമ്മൾ നോക്കുന്നില്ല കേട്ടോ. ഞാനും കുഞ്ഞാപ്പാണ്ട് കുത്തി 2 നമ്മളെ വാർഡ് മെമ്പറുണ്ട്, പഴയ PTA പ്രസിഡന്റ് ഉണ്ട്. എന്താ പാട്? അതൊക്കെ ഉഷാറല്ലേ? ഇവിടെ ആദ്യമായിട്ടാണ് സ്കൂളിൽ ആദ്യത്തെ നോമ്പ് ഫസ്റ്റ് ഇതാണ് പങ്കെടുക്കണേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വളരെ ആദ്യമായിട്ടാണ് നടക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ആശംസകൾ അർപ്പിക്കുകയാണ്. സാറേ, ഇനി വരും വർഷങ്ങളിൽ സജീവമായിട്ട് ഉണ്ടാവും. ഉഷാറാക്കണം. നിങ്ങൾ അതിന്റെ മെയിൻ ആള് പറഞ്ഞത്? അതെ, നമുക്കൊരു ആഗ്രഹം ഇങ്ങനെ നടത്താന്നുള്ളത്. അപ്പം ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവരും കൂടെ നടത്തി പരിപാടി ഉഷാറായി. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പടെ തുറന്നിട്ടാ. സ്കൂളിലെ കുട്ടിയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസിൽ സ്കൂളിന്റെ മുറ്റത്ത് ഇച്ചിരി നോമ്പ് തുറ. അടിപൊളി. ടീച്ചറെ ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനമുണ്ട്. അല്ല, ഇനി ഫുഡ് വേണം ധാരാളമായി. അപ്പൊ നമ്മുടെ പറമ്പിൽപ്പുഴ സ്കൂളിൽ ആദ്യമായിട്ട് എങ്ങനെ ഇഫ്താർ വരുന്നുട്ടോ. ഇത് നമ്മളെ PTA സ്റ്റാഫുകൾ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് ഒക്കെ ഒത്തൊരുമിച്ച് കൂടിയിട്ടാണ് ഈ ഒരു മീറ്റപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളൊക്കെ ഇത് തുടരുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. എന്തായാലും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. ഹലോ നോമ്പ് തുറ എങ്ങനെ ഉണ്ടേനി? ഉഷാറായിരുന്നു, സൂപ്പറായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലെ പറമ്പിൽപ്പുഴ സ്കൂളിൽ ഇങ്ങനെ ഒരു നോമ്പ് തുറ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഉഷാറായില്ലേ? എങ്ങനെയുണ്ട് നോമ്പ് തുറ? അപ്പൊ എല്ലാരും നോമ്പ് പറഞ്ഞിട്ട് ബെഞ്ച് ഡെസ്ക് എടുത്തച്ച് പഴയ പോലെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.